കഠിനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ പ്രതി ജോൺസൺ പിടിയിലായത് നാടകീയമായാണ്. അതിന് കുറിച്ചിയുമായി വളരെ ബന്ധമുണ്ട്. ഈ വീട്ടിലാണ് നേരത്തെ ജോൺസൺ ഹോം നേഴ്സായി കഴിഞ്ഞിരുന്നത്. ഈ കൊലപാതക ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് ഈ വീട്ടുകാരുടെ തന്ത്രപരമായ ഇടപെടലാണ് ജോൺസനെ കുടുക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീട്ടുടമ ഇദ്ദേഹമുണ്ട്, രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെ പരിചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജോൺസൺ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന്. എന്തായിരുന്നു ഇന്നലെ ഉണ്ടായത്? ഇന്നലെ ഒരു 3 മണിയായപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വന്നപ്പം പറഞ്ഞ് വിശക്കുന്നത് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കപ്പ ബിരിയാണി ഉണ്ട്, കഴിച്ചോളാൻ പറഞ്ഞു. അതെടുത്ത് കഴിച്ച് എല്ലാം വെള്ളമെല്ലാം കുടിച്ചു. അപ്പോൾ ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ മോളെ വിളിച്ച്, മോളെ ഇന്നുപോലെ എന്നെ പരിചരിച്ച് ആൾ ഇവിടെ വന്നിട്ട് ജോൺസൺ പറയുന്ന ആളാ എന്ന് പറയും. അപ്പം അപ്പം രാവിലെ ഞങ്ങൾ ടി വിക്കകത്തെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ പടം കണ്ടായിരുന്നു, മൊബൈലിനകത്തെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ ആണോന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി 1 മണിയായപ്പോൾ 3 മണിയായപ്പോൾ കയറി വരുന്നത്. 3 മണിയായപ്പോൾ കയറിയപ്പോൾ ഞാൻ മോളെ പതിയെ വിളിച്ച്, മോളെ ഫോണിൽ വിളിച്ചിട്ട് മോളെ എന്നെ നോക്കാൻ വന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഉടനെ മോളെ വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീട് തൊട്ടടുത്താണ്. പുള്ളിയെ വിളിച്ച് പറഞ്ഞ പുള്ളിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പതിയെ പുള്ളി ചെന്ന് പോയി. പുള്ളി പുറത്തോട്ടിറങ്ങി പോയി. അപ്പം പോയ വഴി മോളെ കണ്ട് അന്നേരം മോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച്, അപ്പം പഞ്ചായത്ത് മെമ്പറാണ് പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് പിടിക്കുന്നത്. ഈ വഴി വെച്ചാണോ? അങ്ങോട്ട് പോകുന്ന വഴിക്കാണോ പിടിച്ചത്? പോകുന്ന വഴിക്ക് നമ്മൾ ആ വഴി അങ്ങോട്ട് കയറത്തില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് വെച്ചാണ് പിടിക്കുന്നത്. അപ്പം ഒരു 1 മണിക്കൂർ എല്ലാം കൂടെ ഇവിടെ ചെലവഴിച്ച്. നമ്മളൊരു തന്ത്രപൂർവ്വം വിളിച്ചിരുത്തി അങ്ങനെ ഇരുത്തിയതാണോ? ഭക്ഷണമൊക്കെ കൊടുത്ത് പോലീസിനെ അറിയിക്കാമെന്നുള്ള? അല്ല, ഭക്ഷണം കൊടുത്ത് വിശക്കുന്നത്. അപ്പം എന്നിട്ടും ഇയാൾ തന്നെയാണോ സംശയം തോന്നിയായിരുന്നു. അപ്പം മോളെ വിളിച്ച് എല്ലാം പറയാം. മോള് പിന്നെ മെമ്പറെ വിളിച്ച്, മെമ്പർ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വന്ന പോലീസുകാർ വന്നപ്പോൾ ഈ ആൾ തന്നെയാണ്. പേരുകൊണ്ടും എല്ലാം ശരിയായ ആൾ ഇതാണെന്നുള്ള മനസ്സിലായി. ഈ വിഷം കഴിച്ചു എന്ന് പറയുന്നത് അത് എവിടെ വെച്ചാണ്? അങ്ങനെ ഇവിടെ വെച്ച് വിഷമൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോയത്. പിന്നെ പാരസെറ്റമോൾ ഗുളിയൊക്കെ കഴിച്ചെന്നൊക്കെയാണ് പോലീസിൻ്റെ പറയാം. നമുക്ക് അതേപ്പറ്റി ഒന്നും കറക്റ്റ് അറിയത്തില്ല. ഇവിടുന്ന് കപ്പ ബിരിയാണി കഴിച്ച് ഇവിടുന്ന് ബായൊക്കെ എടുത്ത് അങ്ങ് പോകുമായിരുന്നു. വന്നപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ച്, എന്തൊക്കെ പറഞ്ഞു? ഒന്നും സംസാരിച്ചു. ഞാൻ ചോദിച്ചു എന്നാ 9-ാം തീയതി വരാൻ. 9-ാം തീയതി വരുമ്പോൾ പറയും എന്നാ വരാതെ. അത് വേറൊരു ഇതുണ്ടായിരുന്നു, ഒരു ജോലി കിട്ടി, അതിനു വേണ്ടി പോയത്. ഇനിയിപ്പം നമുക്ക് ഇവിടെ വലിയ ഇതില്ലല്ലോ എന്ന് പറയാം. ശരി എന്ന് പറയാം. അപ്പം പുള്ളി പോവുകയും ചെയ്യും. അപ്പം എപ്പോഴും ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, സ്വിച്ച് ഓഫാണ്. പിന്നെ ഇദ്ദേഹം ഇവിടെ 1 മാസം നിന്നെന്ന് പറയാം, എപ്പോഴും ഫോണിലുള്ള ഇതുള്ളായിരുന്നു. പിന്നെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു പരിചരണമൊക്കെ വലിയ പറക്ക പോയൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ പല്ല് തേക്കാനുള്ള ബ്രഷും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ വെച്ചിരിക്കുക. പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് തരുമോ, അതുകൊണ്ട് കളയുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഉള്ളായിരുന്നു. അല്ലാതെ ഭക്ഷണം വെപ്പ് അങ്ങനെ നേരം മോള് കൊണ്ട് തരുമായിരുന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് 3 നേരം കൊണ്ട് തരുമായിരുന്നു. പുള്ളിക്ക് ഇവിടെ റൂം ആയിട്ട് കൊടുത്തിരുന്നു. ഒരു റൂം ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറെ ആ റൂമിലായിരുന്നു വന്ന അന്ന് മുതൽ. വേറെ അതിനകത്ത് പിന്നെ ആരും കയറുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ആരും അങ്ങോട്ടൊക്കെ നോക്കുന്നില്ല, കയറുന്നുമില്ല. അങ്ങനെ അവിടെ കഴിഞ്ഞു കൂടുമായിരുന്നു. അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതം അധികം ഒന്നും ആരോട് സംസാരിക്കില്ല. എന്നെ കാണാൻ കൂട്ടുകാർ അവർ കയറി വന്നാലും ഈ പുള്ളി മുഖം പോലെ കൊടുക്കാതെ റൂമിനകത്ത് കയറിയിരിക്കുന്നത് സ്വഭാവക്കാരായിരുന്നു. അല്ല വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഒരു പ്രത്യേക ഒരു ശൈലായിരുന്നു പുള്ളിയുടെ. നമുക്ക് പിന്നെ ഈ സംഭവം ഉണ്ടായ ശേഷം ഇന്നലെയാണോ ഇത് ടി വിയിൽ കണ്ട് ഇങ്ങനെ ഫോട്ടോ? രാവിലെ മുതൽ വാർത്ത വെച്ചപ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്നേരം ഒരു സംശയമുണ്ട്, അത് തന്നെയാണോ ആളെന്നുള്ള. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ 3 മണിയായപ്പോൾ ഇദ്ദേഹം കയറി വരുന്നത്. ഈ പോലീസിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമൊന്നും നടന്നില്ലെന്ന് ഉള്ള അറിവ്. അപ്പോൾ ഇതിനപ്പുറത്താണ്ട് പോലീസ് 2 പേരും ഒന്ന് പിടിച്ചു പറഞ്ഞാൽ വണ്ടി കയറി പോവുക. പോലീസ് ആളെന്ന് ചോദിച്ചു, അവരോട് ചോദിച്ചു, ആളെന്ന് പറഞ്ഞു വണ്ടി കയറി പോകരുത്. അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞ വിഷം കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വെച്ച് വിഷമൊന്നും കഴിച്ചായിട്ടൊന്നും അറിവില്ല. മകളും ഉണ്ട് എനിക്കപ്പോൾ അദ്ദേഹത്തിൻ്റെ. ഇന്നലെ ഇറങ്ങി, എന്താ പേരെന്താ? രമ്യ. ഇന്നലെ ഇറങ്ങി വന്നപ്പോൾ പോകാൻ നേരത്ത് കണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. 1000 രൂപ തരാമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 200 രൂപ ഉണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തത്. 200 രൂപ കൊടുത്തു? 200 രൂപ കൊടുത്തു. അപ്പം അന്നേരം ഒരു ഉറപ്പില്ലായിരുന്നല്ലേ ഇയാളാണോ എന്നുള്ള? ഇല്ല, രാവിലെ ഫേസ്ബുക്കിൽ വിവിധ കണ്ടിട്ട് എന്നെ കാണിച്ചു തന്നു. ചേച്ചി നോക്കൂ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന ആളാണെന്ന് പറഞ്ഞു കാണിച്ച്.
അപ്പോൾ ഞങ്ങൾ ഓക്കെ നമുക്ക് ആളുടെ പേരൊക്കെ കണ്ടപ്പം ആളാന്ന് മനസ്സിലായായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു പേടിയുണ്ടായോ? എന്താ തോന്നിയേ? ആ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു. അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇനി മാരകായുധം ഉണ്ടോ കയ്യിൽ, ഇനി ഇവിടെ താമസിക്കുമോ? അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ അങ്ങനെ അധികം ഈ ന്യൂസ് സ്പ്രെഡായിട്ടില്ലായിരുന്നു. കുറച്ച് പേർക്ക് 2-3 വീട്ടുകാർക്ക് അറിയത്തുള്ളായിരുന്നു. വേറെ ആർക്കും ഈ ന്യൂസ് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മെമ്പറിനോട് പറയുമായിരുന്നു. ഇയാൾ പോകാൻ നേരത്ത് നമ്മൾ തടഞ്ഞു വെക്കാനോ അങ്ങനെയുള്ള ശ്രമമൊന്നും ഇല്ല, ഇയാൾ പോകാൻ നേരത്ത് പൊക്കോട്ടെ നിർത്ത്. പൊക്കോട്ടെ നിർത്തും, നമ്മൾ രക്ഷപ്പെട്ടു. പോലീസിനെ അറിയിക്കാനുള്ളത്? ആ പോലീസിനെ അറിയിച്ചു. പിന്നെ ഇതിൻ്റെ പുറകെ വേറെ ഒന്നും വരണ്ടല്ലോ എന്നോർത്ത്. ഒന്ന് ഉള്ളിലുള്ള ഒരു ഭയം ഒരു പ്രശ്നമായിരുന്നു അല്ലേ? ആ ഭയം നല്ല പ്രശ്നമായിരുന്നു. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ അറിയുമ്പോൾ എന്താ തോന്നേ? കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരാളായിരുന്നു ഇവിടെ ഇത്രയും ഒരു മാസം ഇവിടെ നിന്നുള്ളൊരു ഇതുണ്ട് മനസ്സിനകത്തുണ്ട് ഇപ്പം. അതുപോലെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളോ ഇങ്ങനെയുള്ള, പിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഒരാളാരും ഇവിടെ താമസിച്ച് ഒരു മാസം അവൻ്റെ കൂടെ നിന്നുള്ളൊരു ഇതുണ്ട്. ഇങ്ങനൊരു അയാളുടെ പെരുമാറ്റത്തേക്ക് ഇപ്പൊ സംശയം തോന്നുന്നുണ്ടോ? കാരണം ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഫോണ് മുഴുവൻ ഒറ്റയ്ക്ക് ഫോണിൻ്റെ ഒക്കെ ഒരു സംശയം തോന്നുന്നുണ്ട്. സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോണിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. ആരെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പം പുറത്തേക്ക് ഇറങ്ങിയെന്നായിരിക്കും വിളിക്കുന്നത്, ചിലപ്പോൾ ഇവിടെ മുറിക്കകത്ത് കയറി പൂട്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു വിളി. എങ്ങനെ ഇയാളെ കണ്ടെത്തിയത്? ഇയാൾ എങ്ങനെ ഇവിടെ വരുന്നത്? ഇത് ഒരു ഏജന്റ് വഴി വെച്ച് അങ്ങനെ ചെയ്യുന്നതാണോ? എങ്ങനെയാ അതിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടായി? അച്ഛനെ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി ഇവിടുത്തെ എല്ലൊടിഞ്ഞു. അപ്പോൾ എല്ലൊടിഞ്ഞപ്പോൾ ബെഡേഡായി. അപ്പം എനിക്ക് തന്നെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വീട് പണിയൊക്കെ ആയ കാരണം എനിക്ക് അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏജൻസി ചെന്ന് തിരക്കിയതാണ്. അപ്പോൾ അവർ ഏജൻസിക്കാരാണ് കുഴപ്പമില്ല നല്ല ആളാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടത്. ഈ അയാളുടെ വന്നു പോയ ശേഷം പോലീസ് കൂടുതൽ ഇവിടെ വീട്ടിൽ പരിശോധന വല്ലതും നടത്തിയോ? ആ പോലീസ് പരിശോധന നടത്തിയായിരുന്നു. എത്ര രൂപയായിരുന്നു ഇയാളുടെ മാസം കൊടുക്കേണ്ട ശമ്പളം? 24 രൂപ പുള്ളിയുടെ ശമ്പളവും പിന്നെ 3000 രൂപ നമ്മൾ ഏജൻസിയിലും മൊത്തം. ഏജൻസിക്കാർക്കും അറിയില്ലായിരുന്നു ഇയാൾ ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? മുൻപ് അങ്ങനെയൊന്നും ഉള്ളതായിട്ടുള്ള വിവരമൊന്നും നമുക്കില്ല അല്ലേ? ഇല്ല, ഇങ്ങനെ പോകുന്ന ഇവർ 1.5 വർഷമായിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ പോലീസ് ഇതിനുള്ളിൽ വല്ല പരിശോധിച്ചോ? അവർ നമുക്ക് കിടന്ന മുറിയെല്ലാം മൊത്തം പരിശോധിച്ച് അതിനകത്ത് നിന്നൊന്നും കണ്ടെത്തിയില്ലായിരുന്നു. കുറച്ച് തുണിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. വാൻസ് മൊത്തം കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. 2 ഷർട്ടോ കൊണ്ടുപോയാണ്ട് മെത്തലടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് കയറിയില്ല റൂമിലോട്ട്. അങ്ങനെ നമ്മൾ കയറത്തുമില്ലായിരുന്നു. എന്തായാലും ഇവിടെയാണ് ഉള്ളത്. ജസ്റ്റ് തൊട്ടടുത്താണ് ആ മുറിയുള്ളത്. ആ മുറിയിൽ ആണ് അയാൾ കഴിഞ്ഞ ദിവസങ്ങളായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടച്ചിട്ടിരിക്കുകയാണോ? തുറക്കരുതെന്ന്. ശരി. അതായത് പോലീസ് കൂടുതൽ ഇതിനുള്ളിലേക്ക് കയറി അങ്ങനെ പരിശോധന നടത്തരുത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ സീലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറുന്നില്ല. എന്തായാലും ഈ വീട്ടുകാരുടെ ഒരു ഇടപെടലാണ് അവർക്ക് ഇപ്പോഴൊരു ഞെട്ടൽ മാറിയിട്ടുമില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും.